തന്റെ അഭിപ്രായം തുറന്നു പറയാൻ മടിയില്ലാത്ത മലയാള സിനിമാ മേഖലയിലെ ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് പാർവതി തിരുവോത്ത്. തന്റെ ആദ്യകാലങ്ങളിൽ തന്നെ പാർവതി തന്റെ അഭിനയ രംഗത്തെ മികവ് തെളിയിച്ചതാണ്. പിന്നീട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ബാംഗ്ലൂർ ഡേയ്സിലൂടെയാണ് താരം തിരികെ എത്തിയത്. പിന്നീട് പാർവതിയുടെ കഴിവ് അടയാളപ്പെടുത്തിയ ഒരുപിടി കഥാപാത്രങ്ങൾ. ഇതിനോടൊപ്പം തന്നെ വിവാദങ്ങൾക്കും കുറവില്ലായിരുന്നു. പാർവതി തന്റെ അഭിപ്രായം തുറന്നു പറയുമ്പോൾ അതിനെ വിമർശിച്ചും കളിയാക്കിയും ഒരുപറ്റം ആളുകൾ രംഗത്തെത്തുമായിരുന്നു. സൈബർ അതിക്രമം നേരിട്ട നടിമാരിൽ മുൻപന്തിയിലായിരുന്നു പാർവതി. പക്ഷേ പാർവതിയുടെ അഭിപ്രായങ്ങൾ സത്യമായിരുന്നുവെന്ന് കാലം പിന്നീട് തെളിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാനും WCCയിൽ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കാനും പാർവതിയുണ്ടായിരുന്നു. പ്രണയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇപ്പോൾ സിംഗിൾ ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് പാർവതി. ഇപ്പോൾ ഞാൻ പ്രണയിച്ചിട്ടുണ്ട്, പക്ഷേ കുറെ നാളായി സിംഗിളാണ്. മുൻ കാമുകന്മാരിൽ മിക്കവരുമായി സൗഹൃദം സൂക്ഷിക്കുന്നയാളാണ് ഞാൻ. പലരുമായും ഞാൻ ഇപ്പോഴും സംസാരിക്കാറുണ്ട്. വളരെ അടുത്ത ബന്ധം പുലർത്തുന്നു എന്നല്ല, എങ്കിലും വല്ലപ്പോഴും വിളിച്ച് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഏതോ ഒരു കാലത്ത് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചവരാണ്, ഒരുമിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചവരുമാണ്. അവർ സന്തോഷമായിരിക്കണമെന്ന് കരുതുന്നു. കാരണം ഞാൻ സന്തോഷവതിയാണ്. ചിലപ്പോൾ ഒറ്റപ്പെടൽ തോന്നും, കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന ദിവസങ്ങളുണ്ട്. മനുഷ്യരുടെ സ്പർശനമില്ലാതെ നമ്മൾ കടന്നു പോകുന്ന ദിവസങ്ങളുണ്ടല്ലോ, അത് ന്യായരഹിതമാണ്. മുൻ കാമുകന്മാരുമായി സംസാരിക്കുമ്പോൾ താൻ പലപ്പോഴും ചെയ്ത തെറ്റുകളെക്കുറിച്ച് ക്ഷമ ചോദിക്കാറുണ്ട്. അത് ഹീലിംഗ് ചെയ്യുമെന്നും പാർവതി തിരുവോത്ത് പറയുന്നു. സിനിമാ രംഗത്ത് ടെക്നീഷ്യൻസിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നടന്മാരായോ സംവിധായകന്മാരായോ റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടില്ല. അത് പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല. സിനിമയെക്കുറിച്ച് മനസ്സിലാകുന്ന ഒരാളാകുന്നത് വളരെ പ്രധാനമാണ്. അവർക്ക് നമ്മുടെ ജോലിയെക്കുറിച്ച് മനസ്സിലാക്കും. പ്രണയത്തിലാകുന്നത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ കുറച്ചു വർഷങ്ങളായി ഞാൻ സിംഗിളാണ്. ഏകദേശം 3.5 വർഷത്തോളമായി. ഞാൻ ഡേറ്റിംഗ് ആപ്പുകളിലുണ്ട്. ചിലപ്പോഴൊക്കെ കയറി നോക്കും, പക്ഷെ മിക്കവാറും അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തു വെക്കും. ചിലരുടെ ബയോ വായിച്ചാൽ കഥ എഴുതാം, പക്ഷെ അവരെ താഴ്ത്തി കാണുന്നതല്ല. ചിലപ്പോൾ ഞാനും അങ്ങനെ ബയോ വെക്കാറുണ്ട്. ഇപ്പോഴത്തെ റിയാലിറ്റി ഇതാണ്. പക്ഷെ എനിക്ക് പഴയ രീതിയിൽ ഒരാളെ കണ്ടെത്താനാണ് ഇഷ്ടം. നേരിട്ട് കാണുക, കണ്ണുകൾ കൊണ്ട് സംസാരിക്കുക, കാണുമ്പോഴുള്ള ആവേശം അനുഭവിക്കുക, അതൊക്കെയാണ് എനിക്കിഷ്ടം, പാർവതി തിരുവോത്ത് പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.